ഇസ്രായേലിൻ്റെ വരവോടുകൂടിയാണ് മിഡിൽ ഈസ്റ്റ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം പരിശോധിച്ചാൽ ഇസ്രായേലിൻ്റെ അധിനിവേശമാണ് നമുക്ക് കാണാൻ കഴിയും. 1948 ഇസ്രായേൽ നിലവിൽ വന്നത് പോലും യഥാർത്ഥത്തിൽ ഇല്ലീഗലായിട്ടാണ്. നേരത്തെ പറഞ്ഞത് പ്രകാരമല്ല. ഈ വിഭജനം നടന്നപ്പോൾ ഇസ്രായേലിനാണ് അറബികളെ ഭൂമി മുഴുവൻ കൊടുക്കുകയാണ്. പിന്നെ അവർ അധിനിവേശം നടത്തി പിടിച്ചടക്കുന്നു. 48 യുദ്ധം നടക്കുന്നു, 56 നടക്കുന്നു, അതുപോലെ തന്നെ 67 നടക്കുന്നു, 73 നടക്കുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം 1980 82 ഒക്കെ തന്നെ ലെബനാനിൽ അധിനിവേശം. പിന്നെ നമുക്കറിയാം വീണ്ടും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഹമാസ് ഭരണകൂടവുമായിട്ട് 5 യുദ്ധങ്ങൾ ഇസ്രായേൽ നടത്തുന്നു. ഇങ്ങനെ മൊത്തത്തിൽ ഒരുപാട് ടേമോയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ട ഒരു മേഖലയാണ് മിഡിൽ ഈസ്റ്റ്. അപ്പം മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പുത്തരിയല്ല. പിന്നെയാണ് ഇറാൻ ഇറാഖ് യുദ്ധം. ഇറാൻ ഇറാഖ് യുദ്ധം 8 വർഷം നീണ്ടു വന്നു. 7 വർഷവും 11 മാസവും നീണ്ടു വന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ശേഷമാണ് നമ്മൾ വിപ്ലവത്തിന് തൊട്ട് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധം നടക്കുന്നു. അങ്ങനെ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ യുദ്ധവും സമാധാനവും എന്നത് ഒരു 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 നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പുതിയ കൂട്ടായ്മകൾ ഒക്കെ വരുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാം. പുതിയ കൂട്ടായ്മകൾ വരുന്നുണ്ടോ? ഇതൊക്കെ വരുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റിൻ്റെ ഭാവി തന്നെ മാറും, അല്ലെങ്കിൽ ഭാവി മാറ്റിമറിക്കുമെന്ന് വലിയതായി ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളുടെ പുറത്താണ് അവർ മുന്നോട്ട് പോയി. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ നോക്ക്, എബ്രഹാം അക്കോർഡ്. ഈ എബ്രഹാം അക്കോർഡ് തന്നെ ഒരു വലിയ ചതിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഘട്ടത്തിൽ അറബ് ലീഗ് 47 അറബ് ലീഗ് തുടങ്ങുന്നത്. ഈ അറബ് ലീഗിൻ്റെ ചാർട്ടർ എന്ന് പറയുന്നത് തന്നെ ഈ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയാണ് രൂപം കൊണ്ടതെന്ന് നമുക്കറിയാം. അതേ അറബ് ലീഗിൻ്റെ സ്ഥാപകങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഈജിപ്ത്. ആ ഈജിപ്ത് എന്താ ചെയ്തത്? 1978 ക്യാമ്പ് ഡേവിഡ് കരാർ ഒപ്പിട്ടു. അമേരിക്കയിലെ ക്യാമ്പ് ഡേവിഡിൽ വെച്ച് ഒരു കരാർ ഒപ്പിട്ടു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈജിപ്തിന് സംഭവിച്ചത്? ഈജിപ്തിന് സീനായി തിരിച്ചു നൽകാം എന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്തു? അറബ് ലീഗിൻ്റെ പ്രഖ്യാപിത നയങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ഈജിപ്ത് അൻവർ സാദത്തായിരുന്നു അന്ന് മെനഹം ബെഗിനുമായിട്ട് കരാർ ഒപ്പിട്ടത്. അതിൻ്റെ പേരിൽ അൻവർ സാദത്തിന് ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അറബ് ലീഗ് ഈജിപ്തിനെ സസ്പെൻഡ് ചെയ്തു. കുറേ വർഷങ്ങളോളം ഈജിപ്ത് പുറത്തായിരുന്നു. പക്ഷെ പിന്നീട് എന്താ കാണുന്നത് നമ്മൾ? പിന്നീട് ജോർദാൻ ഇസ്രായേലുമായിട്ട് കരാർ ഒപ്പിടുന്നു, ഫലസ്തീൻ അതോറിറ്റി ഒപ്പിടുന്നു. അങ്ങനെ എല്ലാവരും അങ്ങനെ പോയി ആ സൈക്കിൾ തന്നെ തിരിഞ്ഞു വന്നു. അപ്പം നേരത്തെ എന്തായിരുന്നു അറബ് ലീഗിൻ്റെ നിലപാട്? ആ നിലപാട്, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ നിലപാട്, ആ നിലപാടിന് വിഭിന്നമായിട്ട് ആണ് പിന്നീട് നമ്മൾ കാണുന്നത്. എബ്രഹാം അക്കോർഡ് വന്നപ്പോഴും നമ്മൾ കാണുന്നതാണ് ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. അതിന് പിന്നിൽ എബ്രഹാം അക്കോർഡിൽ പ്രവർത്തിച്ചത് ട്രംപിൻ്റെ മരുമകന് ജാർഡ് കുഷ്ണറുമാണ്. എന്താണ് ഇസ്രായേലുമായിട്ട് ഈ കരാർ ഒപ്പിടാന്ന് പറഞ്ഞാൽ എന്താ? അതിലൂടെ എന്താണ് ആ രാജ്യങ്ങൾക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്? അല്ലാതെ ഫലസ്തീൻ ഇഷ്യൂ എന്ന കോർ പ്രശ്നമുള്ള ഒരു പ്രശ്നവും വരുന്നില്ല. അതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല. മാറ്റം സംഭവിക്കണമായിരുന്നെങ്കിൽ 1993 ഓസ്ലോ അക്കോർഡ് ഒപ്പിട്ടിട്ട് ആ ഓസ്ലോ അക്കോർഡ് പ്രകാരം ഒരു 2005 ആകുമ്പോഴത്തേക്ക് ഒരു സ്വതന്ത്ര ഫലസ്തീൻ നിലവിൽ വരേണ്ടതായിരുന്നു. അത് വന്നില്ല എന്ന് മാത്രമല്ല, മറ്റു ഭാഗങ്ങൾ കൂടി ഉള്ള ഭാഗം കൂടി ഇപ്പോൾ ഫലസ്തീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വരുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ഈ എബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് വരുന്നത്. ആ തട്ടിപ്പിൽ കുറേ മുസ്ലിം രാജ്യങ്ങൾ വീണു. നമുക്കറിയാം 4 മുസ്ലിം രാജ്യങ്ങൾ അതിൽ ഒപ്പിട്ടു. ആ 4 രാജ്യങ്ങൾക്കും അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. പക്ഷേ സുഡാൻ നോക്കിങ്ങൾ, സുഡാൻ ഒപ്പിട്ടു. പക്ഷേ സുഡാൻ ഭയങ്കര ആഭ്യന്തര കുഴപ്പത്തിലാണ് പോകുന്നത് സുഡാൻ. അപ്പോൾ അതൊരു ഭാഗത്താണ് പോകുന്നത്. മറ്റൊന്ന് മൊറോക്കോ അൾജീരിയയുമായിട്ട് വലിയ കുഴപ്പത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഗൾഫ് രാജ്യങ്ങൾ വേറെയുമുണ്ട്. ഇതൊക്കെ താല്പര്യങ്ങളുടെ, ഓരോ രാജ്യങ്ങളും അവരുടെ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളുടെ പേരിലാണ് ഇത് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് മാറ്റമുണ്ടാവും അത് നമ്മൾ പ്രത്യേകിച്ചിട്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും ചോദിച്ചാൽ നമുക്കൊരിക്കലും ക്ലിയറായി പറയാൻ കഴിയില്ല. ഉദാഹരണം, ആ എബ്രഹാം കരാർ അക്കോർഡിൽ മറ്റു ചില ഗൾഫ് രാജ്യങ്ങൾ കൂടി ഒപ്പുവെക്കാൻ പോവുകയായിരുന്നു എന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ആ സമയത്താണ് തൂഫാൻ ലക്സ വരുന്നത്. ഗസയിൽ ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ തിരിച്ചടി നൽകുന്ന ഇസ്രായേലിന്. അതോടുകൂടി അതിൻ്റെ അന്തരീക്ഷം മാറി. ഇസ്രായേലിനെതിരെ ശക്തമായ ലോക തലത്തിൽ തന്നെ ശക്തമായ ഒരു വലിയൊരു വികാരം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ ഒരു കാലഘട്ടത്തിൽ എബ്രഹാം അക്കോർഡിലേക്ക് പുതിയ ആളുകളെ കണ്ടെത്താൻ അമേരിക്ക വീണ്ടും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്താവുന്നില്ല എന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത് പൂർണ്ണമായും ഇനിയും ഫലവത്തായില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്തും സംഭവിക്കാം. കാരണം ഇസ്രായേലാണ് അധിനിവേശ ശക്തിയാണ്, അവരെന്തും ചെയ്യും. അതിന് അമേരിക്ക എല്ലാ സഹായം നൽകും, UN നോക്കുകുത്തിയാക്കിക്കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോവുകയും ചെയ്യും.